പൊതുമേഖലാ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ പരിഷ്കാരത്തോടെ പുനഃസംഘടിപ്പിക്കണമെന്ന് ധവളപത്രം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കണമെന്നും ഓഹരി വിറ്റഴിക്കലോ അടച്ചുപൂട്ടലോ പരിഗണിക്കണമെന്നുമാണ് നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുത്തകകൾക്ക് അടിയറവ് വയ്ക്കാനാണ് നീക്കമെന്ന് CPIM കുറ്റപ്പെടുത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാന ഖജനാവിന് ഭാരമാകാതെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രചോദനമാകുന്ന രീതിയിൽ പുനഃസംഘടിപ്പിക്കണമെന്നാണ് ധനകാര്യസ്ഥിതി റിപ്പോർട്ടിലെ നിർദ്ദേശം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കണം. ഓഹരി വിറ്റഴിക്കലോ അടച്ചുപൂട്ടലോ പരിഗണിക്കണം. ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയും മറ്റ് ആസ്തികളും കൂടുതൽ ഉൽപ്പാദനക്ഷമമായ മേഖലകളിലേക്ക് മാറ്റി വിനിയോഗിക്കണമെന്നും ശുപാർശയുണ്ട്. ഊർജ്ജ മേഖല സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നുകൊടുക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം. നിരാശയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഉണ്ടായത്. അതായത് ഇതിൻ്റെ മുഖമുദ്ര നയരാഹിത്യമാണ്. സർ, ഒരു പ്രതീക്ഷയും ഈ നയപ്രഖ്യാപനം സമൂഹത്തിന് മുന്നിൽ വെക്കുന്നില്ല എന്നതാണ് വസ്തുത. KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നെന്ന് ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. KSEB പോലുള്ള പ്രധാന സ്ഥാപനങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകണം. ലാഭത്തിലുള്ള ബെപ്കോയും നഷ്ടത്തിലുള്ള സപ്ലൈകോയും ഒറ്റ കോർപ്പറേഷനായി ലയിപ്പിക്കണം. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സമയബന്ധിതമായി ഓഡിറ്റ് ചെയ്ത് സാമ്പത്തിക കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് ഉറപ്പാക്കണമെന്നും ശുപാർശയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.